വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് ടേപ്പാണ്. ആദ്യം തന്നെ തുണിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ വീതി കുറച്ച് തുണി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പെയിൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് എംബ്രോയ്ഡറി ഹുക്കില്ല, അപ്പോൾ കുറച്ച് വലിയതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ടൈറ്റായിട്ട് കെട്ടിയിട്ട് സ്റ്റാറിനെ തീമാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റും പിന്നെ ഒരു മെറ്റാലിക് സിൽവർ ഗിൽറ്റ് സംഭവമില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്നത്. ഡയറക്റ്റായിട്ട് പെയിൻറ്റ് കൊടുക്കുന്നതിന് പകരം ഫസ്റ്റ് കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ തേച്ചിട്ട് അപ്പോൾ ഒരു ഗിൽറ്റ് പോലെ ഇട്ടത്തില്ലേ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് അത് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്ന കളറ് വൈറ്റ് കുറച്ചെടുത്തിട്ട് ബ്ലൂവും കൂടെ വെച്ചിട്ട് ഒരു സ്കൈ ബ്ലൂ കളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈറ്റ് കളർ കൊടുത്തിട്ട് ഡാർക്ക് ആക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ തുണിയാണെങ്കിൽ വലിച്ചിട്ട് ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്കിരിക്കും. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ വലിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ വാഷിംഗ് പേപ്പർ ഉണ്ടാക്കുവാണല്ലോ, പേപ്പറിൽ ഒട്ടിക്കുവാണെങ്കിൽ നല്ല കട്ടിക്കിരിക്കും. അതാണ് ഞാൻ വലിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫാബ്രിക് പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. തുണിയിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. അതാണ് ഞാൻ ഫാബ്രിക് പെയിൻറ്റ് എടുക്കാൻ കാരണം. വീണ്ടും കൂടെ ഞാൻ ഡാർക്ക് കളറാണ് പിന്നീട് ഞാൻ കൊടുക്കുന്നത്. ലൈറ്റും ഡാർക്കും അങ്ങനെയായിട്ടാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ ബ്ലൂ ഞാൻ ഡാർക്കായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ.
പിന്നീട് ഞാൻ ചെയ്ത് വന്നപ്പോൾ ഒരു മല പോലെ പോയി. പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെയായിരുന്നു കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ ചെയ്ത് പോയപ്പോൾ പിന്നെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്ത് നോക്കും. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡിൽ എന്ത് ചെയ്യുന്നതാണ്. പിന്നീട് ഞാൻ താഴെ യെല്ലോ കളർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ സിൽവർ മറ്റേതും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അതാണിതിന് നല്ലത്. പിന്നെ ഇത് ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഇതടിക്കുമ്പോൾ ഗ്രീൻ കളറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഷിംഗ് ടേപ്പ്. മറ്റേ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. പാർട്ട് 2 ഇടാം. ഇത് പാർട്ട് 1 ആണ്. 2 വാഷിംഗ് ടേപ്പാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്ന് ഈ തീമും പിന്നെ മറ്റേതേത് തീം വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.